അതിനിവിടെയുള്ള ജോലിക്കാരികളൊക്കെ ഓരോരുത്തരെ തലയിൽ കയറിയിരിക്കല്ലേ. ഞാൻ അവരോട് എന്തെങ്കിലും പറഞ്ഞാൽ അവരെന്നെ അനുസരിക്കൊന്നുമില്ല. അതിലും ഭേദം ഞാൻ തന്നെ എന്റെ ഹസ്ബൻഡിന് കോഫി ഉണ്ടാക്കി കൊണ്ടുവരുന്നല്ലേ. ഐശ്വര്യ, നീ എന്തൊക്കെയാ പറയുന്നേ? നീ പറഞ്ഞ ഇവിടുത്തെ ജോലിക്കാരി കേൾക്കില്ലെന്നോ? അത്രയ്ക്ക് അഹങ്കാരമുള്ള ആരാ ഇവിടെ ഉള്ളത്? വേറെ ആരാ? നിങ്ങളുടെ അനിയന്റെ ഫേവറേറ്റ് വേലക്കാരി ഉണ്ടല്ലോ, അവള് തന്നെ. നീ ചിന്നുനെയാണോ ഉദ്ദേശിച്ചത്? അല്ലാതെ വേറെ ആരാ? സാറിന്റെ അനിയനാണല്ലോ. അവൾക്ക് ഓരോ ഫംഗ്ഷനും നല്ല വില കൂടിയ ഡ്രസ്സ് വാങ്ങിച്ചു കൊടുക്കുന്നതും, അവൾക്ക് വേണ്ടി കോളേജിൽ നാടകം കളിക്കുന്നതും, അവളുടെ ഡ്രൈവറായിട്ട് എന്നും അവളെ കോളേജിലേക്ക് കാറിൽ കയറ്റി കൊണ്ടുപോകുന്നതും എല്ലാം. അതും ഫ്രണ്ട് സീറ്റിൽ തന്നെ ഇരുന്നു കൊണ്ടുള്ള അവളുടെ യാത്ര ഒന്ന് കാണേണ്ട കാഴ്ച തന്നെയാ. അപ്പോഴെല്ലാം ഈ വീട്ടിലെ ഇളയ മരുമകളുടെ തലയെടുപ്പാ അവൾക്ക്. മഹിയുടെ ഭാര്യയാവാൻ പോകുന്നതിന്റെ ട്രയലാ അവള് നടത്തുന്നത്. ഇപ്പൊ തന്നെ അവളുടെ വിചാരം ഈ വീടും സ്വത്തുക്കളെല്ലാം അവളുടെ കൈപ്പടിയിലാണെന്നാ. ഐശ്വര്യ കാട് കയറി ചിന്തിക്കുവാണെന്നാ എന്റെ സംശയം. കണ്ടാൽ അറിയാത്തവൻ കൊണ്ടാൽ അറിയും. മനസ്സിലായില്ല. ദക്ഷ ഒരു പാവമായതുകൊണ്ടാ കോളേജിലേക്കുള്ള ഇവരുടെ ലവ് ട്രിപ്പ് കണ്ടിട്ടും കണ്ടില്ലാന്ന് നടിക്കുന്നത്. മറ്റൊരു പെണ്ണായിരുന്നെങ്കിൽ ഇവിടെയുള്ളവരെല്ലാരും വിവരം അറിഞ്ഞാണ്. അവള് ഹോം മിനിസ്റ്ററുടെ മകളായിട്ടും ക്ഷമിക്കുക, സഹിക്കുക. പക്ഷെ ഇവിടെ മാത്രം എല്ലാരും ഇരുട്ടുകൊണ്ട് ഓട്ടയടക്കുക. എന്റെ പൊന്നു ഭാര്യയെ, നീ വളച്ചിട്ടാതെ കാര്യം ഇങ്ങോട്ട് പറ. ഈ മുഖവരെയും മറ്റും ഒന്ന് ഒഴിവാക്കാൻ നോക്ക്. എങ്കി ഞാൻ പറയാൻ പോകുന്നത് എന്റെ ഭർത്താവ് കുറിച്ചു വെച്ചോ. ദക്ഷയുമായിട്ടുള്ള മഹിയുടെ വിവാഹം നടക്കാൻ ഇവിടത്തെ വേലക്കാരിയായി ചിന്നു അനുവദിക്കില്ല.